ശ്രീമാൻ മറുനാടൻ ഷാജൻ സ്കറിയ ഒരു പ്രസിദ്ധനായ യൂട്യൂബറാണ്. യൂട്യൂബർ എന്നതിലുപരിയായിട്ട് ഒരു മാധ്യമപ്രവർത്തകനായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും അദ്ദേഹം പുറമേക്ക് കാണിക്കാൻ ശ്രമിക്കാതെ BJP അനുകൂലിയാണ്. എന്നാൽ വ്യക്തമായ ഒരു പിണറായി എന്ന വ്യക്തിയോടുള്ള വിരോധം വെച്ച് നടക്കുന്ന വ്യക്തി. എന്തുകൊണ്ടാണ് വിരോധം? നമുക്കറിയാവുന്ന പോലെ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കോപാകുലനാണ്, ദേഷ്യം വരുന്നൊരു വ്യക്തിത്വമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിത്വം എന്നല്ല. പിന്നെ മറ്റ് അഴിമതിയുമായിട്ടോ ഭരണത്തെപ്പറ്റി പറയുമ്പോൾ, ഭരണമായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വലിയ കുഴപ്പമില്ലാഞ്ഞിട്ട് പോകുന്ന ഒരു ഇതാണ്. ഞാൻ കഴിഞ്ഞ തവണ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ പോകുമ്പോൾ ഈ ടാക്സിക്കാരനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം ഈ നമുക്ക് ആ ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ, അത് കുറച്ച് നാൾ മുമ്പാണ്. ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ എന്നിട്ടൊക്കെ വെറുതെ കള്ളും കഞ്ചാവും വെറ്റി നടക്കുന്നത് എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ, ഇദ്ദേഹം വികാരഭരിതനാണ്. ഇദ്ദേഹം ഒരു കൊച്ചി കത്തോലിക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമ്മൾ മതവും അതിൻ്റെ പാർട്ടിയും പറഞ്ഞാലാണ് കേരളത്തിൽ എന്താണ് ഞാൻ പറയുന്നതെന്ന് വിഷയം മനസ്സിലാവുള്ളൂ. കൊച്ചി കത്തോലിക്ക ഇതാണ്. ഇദ്ദേഹം ഒരു ഊബർ ഡ്രൈവർ പോലത്തെ ഡ്രൈവറാണ്. ടാക്സി സ്വന്തമായിട്ട് കാറൊക്കെ ഓടിക്കുന്നു, ഇത് ചെയ്യുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, പിണറായി ഇവർ ഇടത് വന്നാലും വലത് വന്നാലും ഇതൊക്കെ തന്നെ കഥ, എന്താണ് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാം, താങ്കൾക്ക് അങ്ങനെ പറയാം, താങ്കൾ വിദേശത്താണ്, അങ്ങനെ ഇത് ചെയ്തിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വികാരം ഈ ഇടതുപക്ഷത്തിനോടുള്ള ആ വികാരമല്ല. ഞാൻ പറഞ്ഞു, അതെ, കോവിഡ് വന്ന സമയത്ത് എൻ്റെ വീടൊക്കെ പട്ടിണിയായിരുന്നു. അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് വലിയ കാര്യമാണ്. ഒരു പക്ഷേ ദിവസവും ഭക്ഷണം കഴിക്കാൻ അവസരം, എനിക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്തൊന്നും ഇവിടെ യാതൊരു ഗ്രോസറി സ്റ്റോറുകൾ തുറന്നിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, സുഖസൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെപ്പോലെയുള്ള ജീവിതമല്ല ആ കേരളത്തിൽ അടച്ചുപൂട്ടി പോലീസുകാരെ അടിക്കും, പുറത്തിറങ്ങി അടിച്ച് നടന്നിരുന്ന കോവിഡ് കാലം. ആൾ പറഞ്ഞു, ഞങ്ങളെ കിറ്റ് തന്ന് ഭക്ഷണം വീട്ടിൽ അരി വെന്തു വേവാൻ കാരണം പിണറായി വിജയന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇദ്ദേഹത്തോട്. അപ്പം ഭരണതലത്തിൽ ഇദ്ദേഹം പിന്നെ എന്തോ സിൽവർ ലൈൻ കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ സിൽവർ ലൈൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഇപ്പം ഈ മറുനാടൻ്റെ ഭാഷയിൽ മറുനാടന് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിനെ ആദരിച്ചില്ല, അംഗീകരിച്ചില്ല എന്നുള്ളത് കാരണം കൊണ്ട് മറുനാടൻ പറയുന്നതായിരിക്കാം. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ താഴേക്കിടയിലുള്ള ജനങ്ങൾ, ഓരോ വിഭാഗം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലായിരിക്കും ഇത് ചെയ്തു കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് അംഗീകരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ കേരളത്തിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത എന്ന് പറയുന്നത്, മറുനാടൻ ഷാജൻ പറയുകയാണ്, ഈ 10 ആൾക്കാർ ജയിപ്പിച്ചേ പറ്റൂ. അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, അദ്ദേഹത്തിന് പിണറായി എടുത്ത്, അത് ഏറ്റവും വലിയ തെറ്റ്. ഈ പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ മറുനാടനെ വളർത്തി വലുതാക്കിയത് പിണറായി വിജയനാണ്. ആ നന്ദി മറുനാടനിലില്ല. ഇടയ്ക്ക് പോലീസിനെ വിടുന്നു, ക്യാമറക്കാർ വരുന്നു, ഷർട്ട് ഇടാണ്ട് ഇയാൾ കണ്ടില്ലേ പിണറായി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കാനായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ, ആ നന്ദി പോലും മറുനാടനില്ല. ഇടയ്ക്ക് പോലീസുകാരെ വിട്ടിട്ട് അങ്ങോട്ട് ഹീറോ ആക്കിയത് എനിക്ക് സംശയമുണ്ട്. വ്യക്തമായിട്ട് എന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. ഈ ഇത് ഞാൻ പറയണമെങ്കിൽ എന്നെയും കൂടി ഒന്ന് അറസ്റ്റ് ചെയ്യും, ബാലനസെ എന്നെ അറസ്റ്റ് ചെയ്യും, ഞാനും ഹീറോ ആവട്ടെ. ഞാൻ എൻ്റെ വീഡിയോസൊന്നും ഒരാളും കാണുന്നില്ല. സത്യം വിളിച്ച് പറഞ്ഞാലും ഒരുത്തനും കാണാത്ത സ്ഥിതിയാണ് എൻ്റെ. പക്ഷേ ഇയാളുടെ പിന്നാലെ പോയിട്ട് ഇതൊക്കെ കൊടുത്ത് പോലീസുകാരെ ഇടയ്ക്ക് വിടുന്ന, എന്നാൽ ഇപ്പോൾ പിടിച്ച് പൂട്ടാൻ പറ്റുമോ? പൂട്ടാനും പറ്റില്ല. ഇദ്ദേഹം പിറ്റേ ദിവസം വന്നിട്ട് പിണറായിനെ തന്നെ പറയാം. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഇതിൽ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ഇദ്ദേഹത്തിനെ വളർത്താനായിട്ടുണ്ടോ എന്നുള്ളത്. മറുനാടൻ അങ്ങനെ 10 ആൾക്കാർ, ഈ 10 ആൾക്കാരെ നമ്മൾ ജയിപ്പിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം ജനാധിപത്യ പ്രക്രിയയിൽ, ഇപ്പം പിണറായിനെ ഇദ്ദേഹം ദിവസം കുറ്റം പറയുന്നു. പിണറായി ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് നുണ പറഞ്ഞു, തെറി പറഞ്ഞു, എല്ലാ രാഷ്ട്രീയക്കാരുടെ പോലെ തന്നെയാണ്. ഇപ്പോൾ കരുണാകരൻ, ആൻ്റണി, വി സച്ചിദാനന്ദനോ അതേപോലെ തന്നെ പിണറായി വിജയനും പോയിട്ട് ജനങ്ങൾ വോട്ട് നൽകിയിട്ടാണ് ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത്. മറുനാടൻ വെറുതെ ഇരുന്ന് പറയുന്നുള്ളൂ. ബി ജെ പിക്കാരായ അണികളെ രോമാഞ്ചം അണിയിച്ചുകൊണ്ട്
കോൺഗ്രസ്സുകാരൻ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരനാണ് ഈ മറുനാടൻ ഷാജൻ. വ്യക്തമായിട്ട് അദ്ദേഹത്തിന് എന്തോ നാണാണോ അതോ പേടിയാണോ എന്ന് അദ്ദേഹം പറയണം. കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയണം, തുറന്ന് പറയും മനുഷ്യ. താങ്കൾ പറ, കോൺഗ്രസ്സുകാരനാണോ ബി ജെ പിക്കാരനാണോ താങ്കൾ? താങ്കൾ എന്ന പിണറായിനെ എന്തുകൂടി ഇത്, അതായത് ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവനാണെങ്കിൽ താങ്കൾ പറയേണ്ടത് ഞാൻ തുല്യനാണ്. പിണറായിയോട് താങ്കളോട് വ്യക്തിവൈരാഗ്യം എന്തെങ്കിലും കാരണം ഉണ്ടാവാം എന്ന പേരിൽ വ്യക്തിവൈരാഗ്യം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹം വിളിച്ച് പറയാണ് ഇന്ന ആൾ ജയിക്കണം, ഇവൻ എൻ്റെ കൂട്ടുകാരനാ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം, മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. ഇന്നയാൾ എന്നെ ജയിലിലിട്ടപ്പോൾ ഇയാൾ വന്നു, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്കിത് ചെയ്തു, ഇങ്ങോട്ട് ചെയ്തു. ഇയാളാരാ? ബോംബെയിലെ ബാൽ താക്കറെ, ശിവസേനയുടെ ബാൽ താക്കറെ. ഈ 10 ആൾക്കാരെ ജയിപ്പിക്കണം. ഏത് ജനാധിപത്യം അല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ ജയിപ്പിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പം ഞാൻ അറിഞ്ഞ വിവരം അനുസരിച്ച്, കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ പ്രചാരം നൽകി കഴിഞ്ഞാൽ, ഇപ്പോൾ പിണറായി വിജയനാണ് ഇതിൻ്റെ കാരണം, ഇദ്ദേഹത്തിനെ ജയിലിലിട്ടപ്പോൾ. ഈ വീഡിയോ കാണുന്നവരുടെ ഒന്നും ഇദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്നവരല്ല. ഈ കാണുന്നവരൊക്കെ എന്താ ഇവിടെ പറയണേ, ശത്രുക്കളാണ് ഭൂരിഭാഗവും. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ മുഴുവനും, ഇദ്ദേഹം പിന്തുണച്ച സ്ഥാനാർത്ഥികൾ മുഴുവനും, അതിൽ മാത്യു കുഴൽനാടനുണ്ട്. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിൽക്കണം. സംശയമുള്ള ഇതാണ്. കാരണം അദ്ദേഹം അവിടെ വന്നിട്ട് മേലക്ഷതന്മാർ പറഞ്ഞു, ദേ നമ്മൾ ഇസ്ലാമിന് വഴങ്ങി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്തോ പ്രസ്താവന നടത്തിയപ്പോൾ പറഞ്ഞു, മതമേലധ്യക്ഷന്മാരെ പഠിപ്പിക്കാനുള്ളതാണ് മാത്യു കുഴൽനാടൻ പറയാ. മതമേലക്ഷതന്മാർ ഞാൻ പറയണത് കേട്ടാൽ മതി, ഇസ്ലാമിനെയൊന്നും അങ്ങനെ വിമർശിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് മാത്യു കുഴൽനാടൻ ഇവരൊക്കെ ജയിപ്പിക്കണം എന്നാണ് മറുനാടൻ പറയണേ. കാരണം മറുനാടൻ്റെ ആഗ്രഹം, മറുനാടന് വളരെ ദുരൂഹമാണ് മറുനാടൻ്റെ നിലപാടുകൾ. ഒരു ലളിതമായ എളിമയായ ഷർട്ടൊക്കെ ഇട്ട് വരുന്നു, അങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല സ്ഥാനാർത്ഥികളും, ഇദ്ദേഹം പിന്തുണയ്ക്കുന്ന ആ 10 സ്ഥാനാർത്ഥികൾക്കും ഒരു ഭയമാണ്. ഒന്ന് മാത്യു കുഴൽനാടൻ, പിന്നെ ആരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെ ജയിപ്പിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം. ഇദ്ദേഹം വലിയ പിന്തുണയുള്ള ഒരു യൂട്യൂബറാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ വരുന്ന വീഡിയോ കാണുന്നവരൊക്കെ ഇദ്ദേഹത്തിന് 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ടുണ്ട്. ഇവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇത് ചെയ്യുന്നവരാണ്. ഞാൻ ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്നെ പലരും വിളിച്ചത്, നീ പറയുന്നത് കറക്റ്റ് സത്യമുള്ള കാര്യമാണ്, ഇയാൾ തലയിൽ മുണ്ടിട്ട് നടക്കണ കോൺഗ്രസ്സുകാരനെ മറുനാടൻ ഷാജൻ, എന്നിട്ട് ബി ജെ പിക്കാരനാണെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരാന്നൊക്കെ പറയും. അപ്പോൾ ഇവരൊക്കെ അങ്കലാപ്പിലായി. ഇവരൊക്കെ ആകെ ഇദ്ദേഹത്തിൻ്റെ പിന്തുണ കിട്ടിയാൽ, പണ്ട് വെള്ളോപ്പള്ളി നടേശൻ ആരോടെങ്കിലും പറയാണ് ഇന്ന ആളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർ തോൽക്കും. അല്ലെങ്കിൽ നായർ സമൂഹം, ചില സമുദായങ്ങളുടെ പോലെയല്ല ഇത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ തോൽക്കും എന്നുള്ള ഭയവുമായിട്ട് നടക്കാണ് ഈ 10 പേര്. ഇദ്ദേഹം പിന്തുണ കൊടുത്ത മാത്യു കുഴൽനാടനുണ്ട്, പിന്നെ ആരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുണ്ട്, ജയിലിൽ പോയി പിറക്കി കൊണ്ടുവന്നവരും, അവരൊക്കെ ജയിപ്പിക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഈ 10 പേരുടെ സ്ഥിതി വളരെ ദയനീയമായിട്ടാണ് എനിക്ക് കേരളത്തിൽ നിന്നും കിട്ടിയ ഒരു മെസ്സേജ്.